ഞാനും എൻ്റെ അമ്മായിയായിട്ടുള്ളൊരു കഥയാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും ഇങ്ങനെയൊക്കെ ശരിക്കും സംഭവിക്കുമോ, ഇതൊക്കെ വെറുതെ കഥയിലാണ്. പക്ഷെ അല്ല, ഇത് ശരിക്കും നടന്ന സംഭവമാണ്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം, അധികം സമയം കളയണ്ട. പിന്നെ എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ പറയാനായിട്ട് നടക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത് കേൾക്കണ്ട, ആദ്യം തന്നെ അങ്ങ് പോവുക, അല്ലാത്തവർക്ക് മുഴുവനായിട്ട് കേൾക്കാം. ഇനി കഥയിലേക്ക് വരാം. എൻ്റെ 9ാം ക്ലാസ് കാലഘട്ടത്തെ സമയത്തിലാണ് ഈ കഥ നടക്കുന്നത്. അമ്മായി അവിടെ ഒറ്റയ്ക്കായതുകൊണ്ട് 5ാം ക്ലാസ് മുതൽ ഞാൻ അമ്മായിയുടെ വീട്ടിൽ നിന്നായിരുന്നു പഠിച്ചത്. മക്കളില്ലാത്തതുകൊണ്ട് തന്നെ എന്നെ സ്വന്തം മോനെ പോലെയായിരുന്നു എൻ്റെ അമ്മായി നോക്കിക്കൊണ്ടിരുന്നത്. എനിക്ക് ആഹാരം ആരിത്തരും, അതുപോലെ തന്നെ എൻ്റെ അടുത്ത് വന്ന് കിടന്നുറങ്ങും. അങ്ങനെ എന്നെ സ്വന്തം അമ്മയെപ്പോലെയായിരുന്നു മഞ്ജു എന്നാണുള്ള പേര്, എന്നെ നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം അമ്മായി കുളിമുറി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴും പെട്ടെന്ന് തന്നെ അവിടെ തെന്നി വീണു. ഞാൻ ആ സമയം പഠിക്കുന്ന ഒരു ടൈമായിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ അത് കണ്ടു. അപ്പം അമ്മായി ആ സമയത്ത് അച്ചു മോനെ ഓടി വാ എന്ന് പറഞ്ഞു. ഞാൻ ശരവേഗത്തിൽ ഓടിയെത്തി. ഞാൻ നോക്കുമ്പോൾ അമ്മായി എണീക്കാൻ പറ്റാതെ കിടക്കുമായിരുന്നു. അയ്യോ അമ്മായി, എന്താ പറ്റിയേ, എങ്ങനെ വീണത്? ഞാൻ പെട്ടെന്ന് തന്നെ ഓടിച്ചെന്ന് ചോദിച്ച് എഴുന്നേൽപ്പിച്ചു. ആ സമയത്ത് ഞാൻ അമ്മായിയെ ഒന്ന് നോക്കി. അപ്പോഴായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇത്രയും നാളുകൾക്കിടയിൽ അമ്മായി ഞാനൊന്ന് നന്നായിട്ട് കാണുന്നുണ്ടായിരുന്നത്. അമ്മായിനെ ഞാൻ അവിടെയുള്ള ഒരു കട്ടിലിൽ കൊണ്ടുപോയിരുത്തി. അച്ചോ, എനിക്ക് വല്ലാതെ നടുവേദനിക്കുന്നു. ഞാൻ പ്രഥമ ശുശ്രൂഷ എന്ന നിലയ്ക്ക് അമ്മായിക്ക് ബാമ കൊണ്ടു കൊടുത്തുകൊണ്ട് പറഞ്ഞു. അമ്മായി, വേഗം ഡ്രസ്സ് മാറ്, നമുക്ക് വേഗം തന്നെ ആശുപത്രിയിലേക്ക് പോകാം. ജംഗ്ഷനിൽ പോയിട്ട് ഞാനൊരു ഓട്ടോ വിളിച്ചുകൊണ്ട് വരാം. ഞാൻ അമ്മായിയുടെ അടുത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ വേഗം ജംഗ്ഷനിലേക്ക് ആലോചിച്ചുകൊണ്ട് പോയി. എന്താ എൻ്റെ അമ്മായിയുടെ ഒരു അവസ്ഥ, പാവം, അമ്മായിക്ക് നല്ല വേദന ഉണ്ടാകും എന്നൊക്കെയായിരുന്നു ആ നിമിഷം എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ജംഗ്ഷനിലെത്തി ഒരു ഓട്ടോ പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് വന്നു. ഞാൻ അമ്മായി ഓട്ടോയിലേക്ക് ഇരുത്തി ആശുപത്രിയിലെത്തിച്ചു. ഡോക്ടറെ കാണാൻ കയറി. ഭാഗ്യത്തിന് അമ്മായി പരിചയമുള്ള ഒരു ലേഡി ഡോക്ടറായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. മഞ്ജു ടീച്ചറെ, എന്തു പറ്റിയതാ? ബാത്റൂമിലൊന്ന് തെന്നി വീണത് ഡോക്ടറെ. ഇപ്പം നടുവിന് വല്ലാത്ത വേദനയുണ്ട്. ടീച്ചർ ആ ബെഡിലേക്ക് കയറിയിരിക്കും, നന്നായി ഒന്ന് പരിശോധിക്കട്ടെ. മോൻ പുറത്തോട്ട് നിന്നോളൂ, ഞാൻ വിളിക്കാം. ഞാൻ പുറത്തിറങ്ങി വെയിറ്റ് ചെയ്തു. ടീച്ചറെ, നടുവിന് ചതവുണ്ട്, ഒരാഴ്ചത്തേക്ക് റെസ്റ്റ് എന്തായാലും വേണ്ടി വരും. ഞാൻ ഇപ്പോൾ വേദന മാറാൻ ഒരു ഇഞ്ചക്ഷൻ തരാം. ഡോക്ടർ അതിനുശേഷം എന്നെ അകത്തേക്ക് വിളിച്ചു. മോനെ, ടീച്ചറുടെ നടുവിന് ചതവുണ്ട്, ഒരാഴ്ചത്തേക്ക് എന്തായാലും റെസ്റ്റ് വേണ്ടി വരും. ഇപ്പം തൽക്കാലം വേദന കുറയാൻ ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരാഴ്ചത്തേക്ക് കഴിക്കുവാൻ ഉള്ള മരുന്നും പുരട്ടാനുള്ളൊരു ഓയിൽമെൻറ്റും എഴുതിയിട്ടുണ്ട്. ഓയിൽമെൻറ്റ് ദിവസം 2 നേരം നടുവിന് നല്ല പോലെ തേച്ച് കൊടുക്കണം. എന്നിട്ട് ചൂട് പിടിക്കണം. അധികം കനമുള്ള ജോലികളൊന്നും ചെയ്യിക്കേണ്ട കേട്ടോ. ശരി ഡോക്ടറെ, ഞാനെന്ന് ഇറങ്ങിയേക്കുവാ. ശരി, എന്നാൽ ടേക്ക് കെയർ ടീച്ചറെ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് മരുന്നൊക്കെ വാങ്ങി വീട്ടിലേക്ക് എത്തി. ഞാൻ അമ്മായിയോട് പറഞ്ഞു, അമ്മായി പോയി കിടന്നോ, ഇനിയുള്ള വീട്ടിലെ ജോലികളെല്ലാം ഞാൻ നോക്കിക്കോളാം, അത് കഴിഞ്ഞ് അമ്മായി കിടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞു. അമ്മായി അത് കേട്ട് റൂമിലേക്ക് പോവുകയും ചെയ്തു. അച്ചു, അമ്മായിയുടെ ഫോൺ എടുത്തേ, ഞാൻ അമ്മാവനെ ഒന്ന് വിളിക്കട്ടെ. ശരി അമ്മായി. ഫോൺ കൊണ്ട് കൊടുത്ത് അമ്മായി അമ്മാവനെ വിളിച്ചു. ഏട്ടാ, ഞാൻ ബാത്റൂമിലൊന്ന് തെന്നി വീണു. ഡോക്ടറെ കണ്ട് നടുവിന് ചതവുണ്ട്, ഒരാഴ്ച റെസ്റ്റ് വേണമെന്നാണ് പറഞ്ഞത്. എന്താ മഞ്ജു, ഇത് ശ്രദ്ധിച്ച് ചെയ്യണ്ടേ ഓരോ കാര്യങ്ങളും? എന്നിട്ട് ഇപ്പം എങ്ങനെയുണ്ട്? അച്ചു എവിടെ? ഇപ്പം വേദന കുറവുണ്ട് ഏട്ടാ. അവൻ വീട്ടിൽ ഓരോ പണികൾ ചെയ്യാൻ പോയേക്കുക. എന്തായാലും നീ റെസ്റ്റ് എടുക്കുക. ഒരാഴ്ച അവനെയും സ്കൂളിൽ വിടണ്ട. സ്കൂളിൽ വിളിച്ച് പറഞ്ഞേക്ക്. ശരി ഏട്ടാ, പ്രിൻസിപ്പലിനെ വിളിച്ച് കാര്യം പറയാം. ആ സമയം ചൂടുവെള്ളവുമായി റൂമിലെത്തി. അമ്മായി എന്നോട് പറഞ്ഞു, അച്ചു, അമ്മാവൻ എന്നോട് ഒരാഴ്ച സ്കൂളിൽ പോകണ്ട എന്ന് പറഞ്ഞു. ഞാൻ പ്രിൻസിപ്പലിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ശരി അമ്മായി. അമ്മായി, ഇനി ഒന്നും ഓർത്ത് പേടിക്കേണ്ട, എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ഇവിടെ ചെയ്തോളാം. ഇവിടുത്തെ ജോലികളൊന്നും എനിക്ക് വലിയ പണികളൊന്നുമല്ല. എനിക്ക് എന്തും വേഗം തന്നെ തീർക്കാൻ പറ്റും. അച്ചു, അങ്ങനെ മതി. എൻ്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടി. എനിക്കെന്തോ ആ സമയം വല്ലാത്തൊരിഷ്ടമായിരുന്നു അമ്മായിയോടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ വീണ്ടും ജോലികളിലേക്ക് പോയി. ഒരു നിമിഷം ഞാൻ വേറെ ഏതോ ലോകത്തിലെത്തിയ പോലെ എനിക്ക് തോന്നി. ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. എങ്കിലും ഞാൻ വീട്ടിലെ ജോലികളെല്ലാം ചെയ്തു. എൻ്റെ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായും നിർത്തി ഞാൻ പഠിക്കാനായി പോയി. അമ്മായിയുടെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു കൊടുത്തപ്പോൾ അമ്മായിക്ക് എന്നോട് വല്ലാത്തൊരടുപ്പമായി. ഞാനപ്പോൾ മനസ്സിൽ ചിന്തിച്ചു, അമ്മാവൻ എപ്പോഴാണ് അമ്മായിയുടെ കൂടെ ഉള്ളത്? വല്ലപ്പോഴും, 2 വർഷത്തിലൊരിക്കൽ, അതും വളരും കുറച്ച് ദിവസങ്ങൾ മാത്രം. അതുകൊണ്ട് അമ്മായിക്ക് എന്തായാലും എൻ്റെ സാമീപ്യം ഇഷ്ടപ്പെടുന്നുണ്ടാകും എന്നെനിക്ക് അപ്പോൾ മനസ്സിൽ തോന്നി. എങ്കിലും അത് പുറത്ത് പ്രകടിപ്പിക്കാതെ ഒരു മകനെന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി. എനിക്ക് അമ്മായിയോട് ഒരു പ്രത്യേക സ്നേഹമുണ്ടെങ്കിലും അതിൻ്റെ പേരിൽ അമ്മായിയുമായി ഒരു പ്രശ്നമുണ്ടാകുമോ എന്ന ധാരണയാൽ അങ്ങനെ ഒന്നിനും തന്നെ ഞാൻ മുന്നോട്ട് പോയില്ല. അങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ട്
ഞാൻ ചിന്തിച്ചു. ഒരു ദിവസം ഞാൻ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലോട്ട് വരുമ്പോൾ അമ്മായി നല്ല കരച്ചിലാണ്. അമ്മായിക്ക് നല്ല പുറംവേദനയുണ്ടെന്ന് എനിക്ക് തോന്നി. വീണ്ടും ഉടനെ തന്നെ ഞാൻ ആശുപത്രിയിൽ എത്തിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, മോനെ, ഞാൻ വിചാരിച്ചതുപോലെ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. എനിക്ക് തോന്നുന്നത് നീ സ്കൂളിൽ പോകുന്ന സമയം അമ്മായി എവിടെയുള്ള ജോലികളെല്ലാം ചെയ്യുന്നുണ്ടെന്നാണ്. അതുകൊണ്ട് എത്രയും വേഗം അമ്മാവനെ വിളിച്ച് നമുക്കൊരു സർജറിയെ പറ്റി ആലോചിക്കേണ്ടതുണ്ട്. എന്തായാലും അമ്മാവനെ വിളിച്ച് നീ കാര്യം പറഞ്ഞേക്കും. എന്തായാലും ഇപ്പോൾ ഈ കാര്യം ഞാൻ അമ്മായിയോട് പറയുന്നില്ല. അമ്മാവന് വന്ന് അമ്മാവനുമായി ഒരുമിച്ച് ഞാൻ ഈ കാര്യം സംസാരിച്ചോളാം എന്നാണ് ഡോക്ടർ ആ സമയം എന്നോട് പറഞ്ഞത്. അത് കേട്ടപാടെ ഞാൻ അമ്മാവനെ എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചു. അമ്മാവ, ഞാനാ വിളിക്കുന്നത്. അമ്മായിക്ക് വേദനയ്ക്ക് യാതൊരു കുറവുമില്ല. മരുന്നുകളൊന്നും കഴിച്ചിട്ട് കുറവില്ലെന്നാണ് ഡോക്ടർ പറയുന്നത്. ഒരു സർജറി എന്തായാലും വേണ്ടിവരും. അമ്മാവൻ എപ്പോഴാണ് വീട്ടിലേക്ക് വരാൻ പറ്റുക? അമ്മാവൻ എന്നോട് അപ്പോഴൊന്നും പറഞ്ഞില്ല. അമ്മാവ, എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് ഇത് നോക്കാനാവില്ല. അറിയാമല്ലോ, ഞാൻ വെറും 9ാം ക്ലാസ്സിലായിട്ടേ ഉള്ളൂ. അതുകൊണ്ട് അമ്മാവൻ തന്നെ എത്രയും വേഗം എത്തണം. നീ പേടിക്കേണ്ട മോനെ, നീ അവിടെ ഒരാളായി നിന്നാൽ മതി. എന്തായാലും സർജറിയുടെ പ്ലാനിങ് എല്ലാം നടക്കട്ടെ, അപ്പോഴേക്കും ഞാൻ എത്താം എന്ന് പറഞ്ഞു. പക്ഷേ സർജറിയുടെ ദിവസമായിട്ടും അമ്മാവൻ വന്നില്ല. എൻ്റെ മനസ്സിൽ വല്ലാത്ത വിഷമം തോന്നി. ഞാനും എൻ്റെ കൂട്ടുകാരും കൂടിയാണ് ആ നിമിഷം ആശുപത്രിയിലുണ്ടായിരുന്നത്. വേറെ ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. കാര്യങ്ങളെല്ലാം ഞങ്ങൾ തന്നെയായിരുന്നു നോക്കി നടത്തിയത്. പണത്തിൻ്റെ ആവശ്യത്തിന് മാത്രം കുറച്ച് പണം അമ്മാവൻ ഞങ്ങൾക്ക് അയച്ചു തന്നു. സർജറി കഴിഞ്ഞതും 6 മാസം പൂർണ്ണമായും വിശ്രമം വേണം എന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിരുന്നു. ഇല്ലെങ്കിൽ ഈ സർജറി കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല എന്നും. അതുകൊണ്ട് തന്നെ വളരെ പരിപൂർണമായ ശ്രദ്ധയോടെയായിരുന്നു ഞാൻ അമ്മായിയെ പരിചരിച്ചു വന്നിരുന്നത്. 6 മാസത്തിന് ശേഷം അമ്മായി നടക്കാൻ തുടങ്ങി. വീട്ടിലെ ജോലികളെല്ലാം ചെയ്യാൻ തുടങ്ങി. ആ സമയം അമ്മാവനുമായി ചെറിയൊരു പിണക്കമുണ്ട് എന്ന് എനിക്ക് അനുഭവപ്പെട്ടു. കാരണം അമ്മാവനെ പറ്റി ഒന്ന് സംസാരിക്കാൻ അമ്മായി ആ സമയം ഓക്കെ അല്ലായിരുന്നു. ഞാൻ അമ്മാവനെ പറ്റി പറയുമ്പോഴെല്ലാം വെറുതെ എന്നോട് ദേഷ്യപ്പെടുന്നതായി എനിക്ക് തോന്നി. അങ്ങനെ അമ്മാവൻ്റെ വിഷയം ഞങ്ങളുടെ ലൈഫിൽ നിന്നും ഒഴിവാക്കി. അങ്ങനെ ഞങ്ങൾ പിന്നെ നല്ല അടുപ്പത്തിലായി. സത്യത്തിൽ ഞങ്ങൾ ആ സമയം ഒരു അമ്മായും മകനും മാത്രമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം അമ്മായിക്ക് എന്നോട് എന്തോ ഒരു പ്രത്യേക ഇഷ്ടമുണ്ടെന്ന് എനിക്ക് തോന്നി. എൻ്റെ അടുത്ത് ഒരു ദിവസം അമ്മായി വേഗം തന്നെ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞു. അതെന്തിനായിരിക്കുമെന്ന് കുറേ ആലോചിച്ചിട്ടും എനിക്ക് പിടികിട്ടിയില്ല. ഞാൻ എൻ്റെ ക്ലാസ്സിലെ സുഹൃത്തുക്കളോട് പറഞ്ഞപ്പോൾ അവരെല്ലാം എന്നെ ഒരുപാട് കളിയാക്കി. എങ്കിലും എന്താണെന്നറിയാതെ എൻ്റെ മനസ്സ് വല്ലാതെ ദാഹിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ക്ലാസ് ഉച്ചയ്ക്ക് ശേഷം ഞാൻ ലീവ് പറഞ്ഞ് വീട്ടിലേക്ക് വന്നു. അതിനേക്കാളും സുന്ദരിയായിരുന്നു കണ്ടിരുന്നത്. സാരിയൊക്കെ എടുത്ത് നല്ല മുല്ലപ്പൂവൊക്കെ വെച്ച് നല്ല വലിയ പൊട്ട് വെച്ച് നല്ല പാദസരമിട്ടായിരുന്നു അമ്മായി നിൽക്കുന്നുണ്ടായിരുന്നത്. എന്താണെന്ന് മനസ്സിലാവാത്ത പോലെ അഭിനയിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു, എന്താ അമ്മായി, ഇന്ന് നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ, ഇന്ന് അമ്മാവൻ വരുന്നുണ്ടോ? അതാണ് എന്നോട് ഉച്ചയ്ക്ക് ശേഷം അവധിയെടുത്ത് വരാൻ പറഞ്ഞത് എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അമ്മായി പറഞ്ഞു, ഇനി മുതൽ അമ്മാവൻ എൻ്റെ ജീവിതത്തിൽ യാതൊരു സ്ഥാനവുമില്ല. നീയാണ് ഇത്രയും കാലം എന്നെ പരിചരിച്ചത്. നിൻ്റെ സാമീപ്യമാണ് ഏറ്റവും അധികം എന്നെ സന്തോഷിപ്പിച്ചത്. നീ തന്നെ ഇനി എൻ്റെ കൂടെ എന്നും വേണം. അതിനു വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. അത് കേട്ടപ്പോൾ ഈ നിമിഷത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നതെന്ന് എനിക്ക് തോന്നിപ്പോയി.